അയ്യോ 40 വർഷത്തോളമായിട്ടുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹം സാധിച്ചു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന റവപ്പുട്ടിൻ്റെ റെസിപ്പിയും അതിന് കൂട്ടാനായിട്ട് സവാളയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയൊക്കെ ഉണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കറുത്ത കടലയാണ്. ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 സവാള മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അങ്ങ് ഇടുകയാണ്. ഇതിലേക്കൊരു 3-4 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 വെളുത്തുള്ളി അല്ലി അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്. ചിക്കൻ മസാല ആയാലും മതി. ഇതിലേക്ക് നമുക്ക് നഖക്കെ കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഒരു 3-4 വിസിലിന് ഓഫാക്കി കൊടുക്കാം. അതവിടെ ഇരുന്നാവുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് ഉണ്ടാക്കാം കേട്ടോ. റവ കൊണ്ടുള്ള പുട്ടാണിത്. അപ്പോൾ അതിനുവേണ്ടി 1.5 കപ്പ് റവയാണ് എടുക്കുന്നത്. വറുത്ത റവയാണ്. ഒരു 3/4 ടീസ്പൂണൊക്കെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനച്ചെടുക്കുകയാണ്. അധികം വെള്ളം വേണ്ട, ഒരു 1/4 കപ്പൊക്കെ വെള്ളം മതിയാകും. പലപ്പോഴും നമ്മൾ റവപ്പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അല്ലേ. പിന്നെ ഇത് ഇരുന്ന് കഴിഞ്ഞാലും ഒരു ഹാർഡായി പോവും റവപ്പുട്ട്. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ റവപ്പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ടാണ് കിട്ടുക. രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതവിടെ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റവയല്ലേ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ആ സമയത്ത് നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. ഒരു 3/4 കപ്പൊക്കെ തേങ്ങ എടുത്തിട്ടുണ്ട്. അധികം തേങ്ങ ആയാൽ കടലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അരച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് സമയം വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തിളക്കുമ്പോഴത്തേക്കും കുറുകി വരും. ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ചേർക്കണ്ട കേട്ടോ. തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്. ഇത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കടലക്കറി. എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാട്ടുമ്പുറത്തൊക്കെ ഉണ്ടാക്കുന്ന കടലക്കറിയില്ലേ, ആ ഒരു കറിയുടെ ടേസ്റ്റാണ്. ഇതിപ്പോൾ സൈത്തേട്ടൻ്റെ അമ്മ വീട്ടിൽ പണ്ട് മുതലേ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് 3-4 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട്. തേങ്ങാക്കൊത്തിട്ടാൽ ഒരു ടേസ്റ്റ് ആട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പച്ച കറിവേപ്പിലയിട്ട് ഒന്ന് ഇളക്കി ഓഫാക്കി അടച്ചു വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറി. ഈസി അല്ലേ. അപ്പോൾ അത് 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് പുട്ടുപൊടിയൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ട്. അത് നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് വാരി വെച്ചെടുക്കാം. തേങ്ങ ഇപ്പോഴിടണ്ട കേട്ടോ. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒന്ന് ആവി വന്നാൽ അപ്പം തന്നെ എടുക്കണം കേട്ടോ. ഒരുപാട് സമയം വെച്ച് ആവി കയറ്റരുത്. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് ഈ പരിപാടികളൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് പോകാം. ഞാനും ചിക്കുവും മാത്രമേ ഉള്ളൂ ഇവിടെ. സജിയേട്ടൻ നാട്ടിൽ പോയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ വഴിയെ പറയാം. ഒന്ന് ആവി വന്നിട്ടുണ്ട്. നമുക്കെടുത്ത് കുത്തി കൊടുക്കാം. അടുത്ത കുറച്ചും കൂടി ഉണ്ട് മാവ്. അതും കൂടെ വെച്ച് അതും കൂടി എടുത്ത് കുത്തുന്നുണ്ട്. അതൊന്ന് തട്ടി ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് എൻ്റെ അമ്മ പണ്ട് മുതലേ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതിപ്പം രാവിലെയൊക്കെ ഓഫീസിൽ പോകുന്ന സമയത്ത് പുട്ടുംകുറ്റിയൊക്കെ എടുക്കാനും കഴുകാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇഡലി ചെമ്പിൽ വെള്ള തുണി വിരിച്ചിട്ട് അതിലേക്ക് ഒന്നിച്ച് ആവി കയറ്റും. എന്നിട്ട് എടുത്തിട്ട് ഒരുമിച്ച് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കും. കാണാൻ പുട്ടിൻ്റെ ആ ഒരു ലുക്കൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. നല്ല നീണ്ടു നിവർന്ന് കിടക്കുകയൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റ് ഗംഭീരമാണ് കേട്ടോ. ഈ പൊടിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഒന്ന് കൈകൊണ്ട് ഞരടിയിട്ട് അതിലേക്ക് അങ്ങിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും കേട്ടോ. ഇല്ലെങ്കിൽ ഇടണമെന്നേ ഇല്ല. രണ്ടാമത് നമ്മൾ ഒരു 1/4 കപ്പും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത്രയും മതിയാകും. നമ്മളത് എടുത്ത് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നന്നായിട്ട് ഉരുണ്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് തൊടുമ്പോൾ അറിയാമല്ലോ ഒരു നല്ല നനഞ്ഞ ഒരു പരുവം. ഇനി ഇത് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. പുട്ടും കുറ്റിയിലേക്ക് തേങ്ങയിട്ട് ബാക്കി പൊടിയിട്ട് എത്ര കഷ്ണങ്ങളാക്കി ആണ് എടുക്കേണ്ടത് അതുപോലെ ആക്കിയെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ആവി വന്നാൽ മാത്രം പോരാ, കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് ഇരുന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. നമുക്കെടുത്ത് കുത്താം. പുറകിൽ നിന്ന് തള്ളിക്കൊടുത്താൽ മുന്നോട്ട് നല്ല സുന്ദരമായിട്ട് ഇറങ്ങി വരുന്ന പുട്ട്.
ഇതിപ്പം 2 കുറ്റി പുട്ടാണ് ഇട്ടുണ്ടാവുക. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഏകദേശം ഒരു 40 വർഷത്തോളമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, ഒന്ന് മൂക്ക് കുത്താൻ പോവുകയാണ്. ഇതിപ്പോൾ ഇത്രയും വലിയൊരു സംഭവമാണോ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെയല്ല കേട്ടോ. കുഞ്ഞുനാൾ മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു മൂക്ക് കുത്തണം എന്നുള്ളത്. കുറച്ച് വലുതായപ്പോൾ അച്ഛനോട് കാര്യം അവതരിപ്പിച്ചു. പറഞ്ഞതേ ഓർമ്മയുള്ളൂ, പോയി പഠിക്കണേ എന്നൊരു ആക്രോശമായിരുന്നു. അത് കേട്ടാൽ പിന്നെ നമ്മളൊന്നും ചോദിക്കില്ലല്ലോ. പിന്നെ ഞാനത് അവിടെ കെട്ടിപ്പൂട്ടി വെച്ചു. ഇതൊന്നും ഇപ്പം നടക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമായി. കല്യാണം കഴിയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിനെ പതുക്കെ ചാക്കിലാക്കി നമുക്ക് മൂക്കൊക്കെ കുത്താം എന്നൊക്കെ വിചാരിച്ച് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ സൈത്തേട്ടനോട് പറഞ്ഞു, ഒന്ന് മൂക്ക് കുത്തിയാലോ എന്ന് ചോദിച്ചു. പറഞ്ഞതും അയ്യേ മൂക്ക് കുത്താനോ എന്നുള്ള പറച്ചിൽ കേട്ടതും എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഇനി ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അടുത്ത ജന്മത്തിൽ മൂക്കിൻ്റെ 2 സൈഡും തുളച്ച് വലിയ മൂക്കുത്തിയൊക്കെ ഇട്ട് ആഗ്രഹം സാധിക്കാമെന്നൊക്കെ വിചാരിച്ചു. നിർബന്ധിച്ചാലൊക്കെ സമ്മതിക്കുകയൊക്കെ ചെയ്യാതിരിക്കണ്ട. പക്ഷെ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയതുമില്ല. അങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ അടുത്ത 1-2 വീഡിയോയിൽ ഞാൻ വെറുതെ സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മൂക്കുത്തിയായിട്ട്. അത് കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ, മൂക്ക് കുത്തി കൂടെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ചിക്കു പറഞ്ഞു, അമ്മേ നമുക്ക് മൂക്ക് കുത്തിയാലോ എന്ന് ചോദിച്ചു. അപ്പം ആദ്യം വിചാരിച്ചു ഞാൻ ചിക്കുവിന് മൂക്ക് കുത്താനാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് എനിക്കാണ് ആവശ്യമെന്ന്. അത് കേട്ടതും അടക്കി വെച്ചിരുന്നത് അങ്ങനെ പതുക്കെ സടകുടഞ്ഞ് പുറത്തോട്ട് എഴുന്നേക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മൂക്കോ ഞാനോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിക്കു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അമ്മേ, നമുക്ക് കുത്താം, അച്ഛൻ വരുന്നതിന് മുമ്പേ കുത്താം, അച്ഛന് സർപ്രൈസ് ആക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു എന്തായാലും മൂക്ക് കുത്താം പോയിട്ട്. അങ്ങനെ ആ ഒരു ആഗ്രഹ സഫലീകരണത്തിനുള്ള യാത്രയിലാണ് ഞങ്ങൾ നേരെ ലുലു മോളിൽ വന്നതാണ്. അങ്ങനെ ഇവിടെ ലുലു മോളിൽ എത്തിയപ്പം ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു വലിയൊരു ഫാമിലിയാണ്. ഇവർ തിരുവനന്തപുരത്ത് അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ വന്നപ്പോൾ മുതലേ എൻ്റെ കൈ പിടിച്ചു വെച്ച് ഫാമിലിയിലുള്ള എല്ലാവരെയും വിളിച്ച് കൂട്ടുകയാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറയണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് മുമ്പ്. 10-12 ദിവസത്തോളം അവിടെ ഉഴിച്ചിലിന് കിടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും പോയിട്ടുണ്ട്. അപ്പോഴും ഇപ്പോഴും ഒക്കെ തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ അമ്പൂരിക്കാരെന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ ഇതുപോലുള്ള ആൾക്കാരെ കാണാൻ വളരെ വിരളമാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്തു. ഫുഡ് കഴിക്കാൻ വന്നതാണ്. നേരെ ഡോമിനോസിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഓർഡർ ചെയ്തു. കിട്ടാൻ പക്ഷേ കുറച്ച് ടൈം എടുക്കും, നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പ്. അപ്പോൾ തൽക്കാലത്തേക്ക് ചായന്ന് ഒരു കൊഴുക്കട്ടയും മീറ്റ് റോളും കോഫിയൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്റ്റാർട്ടറാക്കി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കൊഴുക്കട്ട എനിക്ക് നല്ല ഇഷ്ടമാണ്. തേങ്ങയൊക്കെ വിളയിച്ചുണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ്. ഞാനിപ്പോൾ വരുമ്പം കഴിക്കാറുണ്ട്. പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് എണ്ണ പൊരിച്ചത് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. പിസ്സ എന്തായാലും ഹെവി ആണല്ലോ. പിന്നെ പിസ്സ വന്നു, പിസ്സയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ അധിക സമയം ഇങ്ങനെ നിൽക്കാൻ തോന്നിയില്ല. കാരണം എനിക്ക് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആണ് മൂക്ക് കുത്താനുള്ള. പേടിയുണ്ട്, നല്ല പേടിയുണ്ട് വേദന എടുക്കുമെന്നുള്ളത്, അത് വേറൊരു കാര്യം. പക്ഷേ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അതിലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ജോസ്കോയിലേക്കാണ് കേട്ടോ പോയത്. പഴവങ്ങാടിയുള്ള ജോസ്കോയിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തട്ടാനുണ്ടോയെന്ന്. ഇപ്പം ഗൺഷോട്ട് എല്ലായിടത്തും ഉണ്ടാവും, പക്ഷേ ഗൺഷോട്ട് പലർക്കും പഴുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു തട്ടാനെ കൊണ്ട് കുത്തിക്കുകയാണ് നല്ലത്. അങ്ങനെ ഇപ്പം നേരെ ഡയമണ്ട് സെക്ഷനിലാണ് വന്നത്. പിന്നെ ഓരോരോ മൂക്കുത്തി എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ വെച്ച് നോക്കിയാൽ മനസ്സിലാവില്ല. കമ്മൽ വെക്കുന്ന പോലെയല്ല, മൂക്കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനും കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും കുത്തിയിട്ട് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വന്ന് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തട്ടാനെ വെയിറ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ചിക്കുവാണ് എനിക്ക് ഭയങ്കര ധൈര്യം തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളല്ല ടെൻഷനുണ്ട്, കുറച്ചേ ഉള്ളൂ, ബോധം കിടരുത് കേട്ടോ. എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അത് തന്നെ. അങ്ങനെ തട്ടാൻ വന്നു, മാർക്കൊക്കെ ചെയ്തു പൊസിഷൻ. ഇനി കുത്താൻ പോവാണ്. അയ്യോ
ഒരു ബ്രേക്ക് എടുത്തോട്ടെന്ന്. സ്ക്രൂ 2 സെക്കൻഡ് ഇടാം. ഇങ്ങോട്ട് നോക്കിയാ മൂക്ക് ചുമന്നതേ ഉള്ളൂ, ആ പ്രശ്നമൊന്നുമില്ല. അല്ല ബ്ലഡ് ഒന്നും വരില്ലേ. എനിക്കൊരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ എൻ്റെ മൂക്കിന് കുറച്ച് ഫ്ലഷ് കൂടുതലാണ്. ആ ഇട്ട മൂക്കുത്തിക്ക് തണ്ടിന് നീളം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ബാക്കിലത്തെ സ്ക്രൂ ഇടാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ കുറേ കളിച്ചിട്ടോ വല്ലാണ്ട് അതിൻ്റെ മുകളിലിട്ട് പിന്നെ ഇട്ട് ഇതാക്കി. അതിപ്പോൾ എൻ്റെ മൂക്കിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, തട്ടാൻ്റെ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇടാമെന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയിട്ട് കുറേ സമയമൊക്കെ ചെയ്ത് ഇട്ട് നോക്കി. പിന്നെ അവസാനം മൂക്കുത്തി മാറ്റാൻ കുറച്ചുകൂടെ നീളമുള്ള മൂക്കുത്തി എടുക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം അത് വിജയകരമായി സാധിച്ചു. ഞാൻ കരഞ്ഞ് വിളിച്ച് കൺമഷിയൊക്കെ പരന്ന്. എൻ്റെ അപ്പോൾ ഭയങ്കര ഒരു സംഭവബഹുലമായ ഒരു മൂക്കൂത്തലായിരുന്നു. കുറച്ച് വേദന എടുത്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ആഗ്രഹം സാധിച്ചു. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? നടത്താൻ പറ്റാതെ പൂട്ടി വെച്ചിരിക്കുന്നത്, അടുത്ത ജന്മത്തെ നടത്താം എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, കുറേ കാലം അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. പ്രായമാകുമ്പോൾ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ പല ആഗ്രഹങ്ങളും ഇതുപോലെ മൂടിക്കെട്ടി വെക്കുകയാണ് ചെയ്യാറ്. നമുക്ക് ആകെപ്പാടെ ഈ ഒരു ജന്മമല്ലേ ഉള്ളൂ. ഇനി അടുത്ത ജന്മം ഉണ്ടോയെന്നോ അതെപ്പോഴാണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അങ്ങ് നടത്തി കൊടുത്തേക്കണം നമുക്ക് തന്നെ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കുവിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ. ചിക്കു ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അല്ലാണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് മുൻകൈയെടുത്ത് വരാനുള്ളൊരു ധൈര്യം എനിക്കില്ല. കാരണം ചോര കണ്ടാൽ തല കറങ്ങുന്ന ഒരാളാണ് ഞാൻ. ഞാനാണ് ഇവിടെ വന്നിട്ട് മൂക്ക് കുത്തി പോകുന്നത്. ഇതിപ്പോൾ മൂക്ക് കുത്തിയിട്ട് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മൂക്കൊക്കെ ചുവന്ന് കണ്ണുമൊക്കെ കലങ്ങി എല്ലാം കൂടെ ഒരു പരുവത്തിലായിരിക്കുന്നത്. എന്തായാലും ആഗ്രഹം സാധിച്ച ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഞാനുള്ളത്. അങ്ങനെ തിരിച്ചു പോവാണ്. ഇത് കഴിഞ്ഞിട്ടൊരു ഫിലിമിനൊക്കെ പോകാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഡ്രോപ്പ് ചെയ്തു. അതിനുള്ള ഒരു കണ്ടീഷനിലല്ല ഇപ്പം ഞാനുള്ളത്. വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഉപ്പുവെള്ളം വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളവും ഉപ്പും കൂടെ ഇട്ട് ഒരു കഷ്ണം പഞ്ഞിയും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് ആ പഞ്ഞി എടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച്, അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉപ്പുവെള്ളം ഊറ്റി വരുമല്ലോ, അങ്ങനെ വെച്ചതാണ്. ദിവസം ഒരു നേരം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് മരുന്ന് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ശരീരം ഉണങ്ങാൻ ഇച്ചിരി താമസം എടുക്കും. അപ്പോൾ ആ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് ഉണങ്ങും. അമ്മ ഹോമിയോ ഡോക്ടറാണ്. അമ്മ ഇതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഗൾഫിലൊക്കെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ മരുന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. സൈത്തേട്ടൻ നാളെ വരും. എന്ത് പറയുന്നറിയില്ല. എന്തായാലും വഴക്കൊന്നും പറയില്ല. പക്ഷെ കണ്ടിട്ട് അയ്യേ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആകെ ഡെസ്പായി പോകും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈത്തേട്ടൻ വന്നിട്ടുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്. പോയി തുറക്കാം. എന്തായിരിക്കും റിയാക്ഷൻ നോക്കാമല്ലോ. ചുമ്മാ എണീച്ചു. അമ്മേനെ നോക്കിക്കേ. പ്രശ്നം എന്താന്ന് വെച്ചാൽ ആള് കണ്ണട ഊരി വെച്ചിട്ടാ വന്നത്. എന്നിട്ട് കാണുന്നില്ല, മൂക്കുത്തിയൊന്നും കണ്ടതേ ഇല്ല. ശരിക്കും ചിക്കുവിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ എൻ്റെ ഇത്രയും നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചത്. അതുപോലെ നിങ്ങളുടെ അമ്മമാരോടൊന്ന് ചോദിച്ചു നോക്കണം, എന്തെങ്കിലും ആഗ്രഹം ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ടോ എന്ന്. എൻ്റെ ആഗ്രഹം ഇതുവരെയ്ക്കും ആർക്കും അറിയാത്തൊരു കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ചിക്കു ഇപ്പോഴാണ് ഇത്രമാത്രം ഞാൻ ആഗ്രഹിച്ചു എന്നുള്ള കാര്യം അറിയുന്നത്. അതുപോലെ നിങ്ങളും ചോദിച്ചു നോക്കണം. പറ്റുന്നതാണെങ്കിൽ അത് സാധിച്ചെടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യണം. വളരെ ചെറിയ കാര്യമൊക്കെ ആയിരിക്കാം അത്. ചിലപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ പോകണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ജനിച്ച് വളർന്ന സ്ഥലത്ത് പോകണമെന്നായിരിക്കാം, അല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും കൂട്ടുകാരിയെ ഒന്ന് കാണണമെന്നൊക്കെ ആയിരിക്കാം. പക്ഷെ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.